അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, നമസ്കാരം. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡി റെസിപ്പി കൂടിയാണിത്. വേറൊന്നുമല്ല, ബീഫ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡെലിഷ്യസ് ഡിഷാണ് ബീഫ് കൊണ്ടാട്ടം. ചിക്കൻ ഉപയോഗിച്ചിട്ടുള്ള കൊണ്ടാട്ടം നമ്മൾ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഇതും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇങ്ങനെ വളരെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ ബീഫ് കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബീഫ് വേവിച്ചെടുക്കാൻ വേണ്ടത്, ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. മുഴുവൻ ബീഫ് ക്യൂബ്സുകളാട്ടോ. ബീഫ് ക്യൂബ്സുകളാണ് നമുക്ക് ബീഫ് കൊണ്ടാട്ടത്തിന് വേണ്ടത്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ബീഫിനെ നമുക്ക് ഡയറക്റ്റ് തന്നെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബീഫ് കൊണ്ടാട്ടത്തിലോട്ട് വേണ്ടിയിട്ടുള്ള ബീഫ് ഓവർ കുക്ക് ആകരുത്. ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു വിസിൽ പോകുന്നത് വരെ വെക്കാം. അതിനുശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വെരി വെരി ലോ ഫ്ലെയിമിൽ 2 or 3 വിസിൽ അതുവരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. കുക്കറിലാവുമ്പോൾ നമുക്ക് കുക്കർ അടച്ചു വെക്കാം. 3 വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലെ പ്രഷർ ഒന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ബീഫ് കൊണ്ടാട്ടം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിലെ ആവി പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്നു നോക്കാം. 3 വിസിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഈ ബീഫിന് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം കളയരുത്. ഇത് നമുക്ക് നമ്മുടെ കൊണ്ടാട്ടം റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് വേണം കേട്ടോ. ഇനി ബീഫ് ഓവർ കുക്കാവുകയും ചെയ്യരുത്. ജസ്റ്റ് കുക്കായെന്ന് നോക്കാം. ഇതുപോലെ ഇങ്ങനെ കിട്ടുകയും വേണം, എന്നാൽ തൊട്ടാ പൊടിഞ്ഞു പോകുന്ന അതുപോലെ ആവരുത് കേട്ടോ. ഇനി ഈ ബീഫിലെ വെള്ളം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടേ. അതുപോലെ ചെറുതായിട്ടൊന്ന് ചൂട് കുറയും വേണം. അപ്പോൾ ഞാൻ ഈ ബീഫിനെ ഒരു അരിപ്പയിലോട്ട് മാറ്റി വെച്ചിരിക്കണേ. അതുപോലെ ഈ സ്റ്റോക്കും നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇനി നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത് 3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ഉപയോഗിക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തത് ചേർക്കാം. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തത് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉപയോഗിക്കാം. ഗരം മസാല പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കണം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടിയോ ചേർക്കാം. നല്ല കളർ ഇട്ടാൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇനി സാധാരണ മുളക് പൊടി ചേർക്കണമെങ്കിൽ കുറച്ച് എഡിബിൾ ഫുഡ് കളർ ചേർത്താൽ മതി. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയാണിത്. ഇനി 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണിത്. നമ്മൾ ഓൾറെഡി ബീഫ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും ഈ മസാലയിലോട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് വിനാഗിരിയാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ബീഫ് ചേർക്കും. അപ്പോൾ ബീഫിലെ ഒരു നനവ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ ഡ്രൈൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ബീഫ് ഇത് കുറച്ച് ചൂട് പോയതിന് ശേഷമൊക്കെ ചേർക്കുന്നത്. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടേ. ഇവിടെ ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഇവിടെ ഒരു 10-15ഓളം കാഷ്യൂ നട്ട് ചേർക്കാം കേട്ടോ. നമ്മളിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാഷ്യൂ നട്ട്സൊക്കെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ടത് നമുക്കിത് എണ്ണയിലോട്ട് മാറ്റിയിട്ട് ഒരു 4-5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ ബീഫ് പീസസും വിട്ട് നിൽക്കണം. മുകളിലോട്ട് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ കുറച്ച് പരന്നൊരു പാനിൽ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതുപോലത്തെ പാനിലോ അല്ലെങ്കിൽ ഫ്രൈങ് പാനിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബീഫ് കൊണ്ടാട്ടത്തിലോട്ട് നമുക്ക് കൊണ്ടാട്ടമുളക് വേണം. ഫ്രൈഡ് കൊണ്ടാട്ടമുളകോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാത്ത കൊണ്ടാട്ടമുളകോ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ വറ്റൽമുളകും വേണം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ക്രഷ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഈ ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. ഇതിലോട്ട് ഞാനൊരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 പച്ചമുളകാണ് നെടുകെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതൊരു 20ഓളം വെളുത്തുള്ളി ഉണ്ട്, ഇത് സ്ലൈസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ചൂടായ പാനിലോട്ട് ചേർക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ക്യാപ്സിക്കം ചേർക്കുകയാണ്. ഇത് ഓപ്ഷനാട്ടോ. റെഡ് കളർ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്യാപ്സിക്കം ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ക്യാപ്സിക്കം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കൊണ്ടാട്ടമുളകും വറ്റൽമുളകും കൂടെ ചേർക്കാം. കൊണ്ടാട്ടമുളക് തൈര് മുളക് ഉപയോഗിക്കണം കേട്ടോ. പുളിയിൽ ഇട്ട കൊണ്ടാട്ടമുളകിനേക്കാളും ടേസ്റ്റ് തൈര് മുളകായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ മുളകിന്റെ സ്മെല്ലൊന്ന് പോകട്ടെ. മുളക് പൊടിയുടെ റോ സ്മെല്ല് പോയിട്ടുണ്ട്.
ഇതിലോട്ട് നമുക്ക് ഇനി സോസുകളാട്ടോ ചേർക്കേണ്ടത്. നമുക്ക് ഇതിലോട്ട് ഡാർക്ക് സോയ സോസോ അല്ലെങ്കിൽ ലൈറ്റ് സോയ സോസോ ചേർക്കാം. 1 ടീസ്പൂണ്. അത് ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസ് ഒരു 3-4 ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫ് സ്റ്റോക്കാണ്. ഇതിൽ നിന്ന് നമുക്കൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഒഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഗ്രേവിയിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സോയ സോസിൽ ഉപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിൽ ഉണ്ടാകും, നമ്മൾ ഒഴിച്ചിട്ടുള്ള ഈ സ്റ്റോക്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഈ ഗ്രേവിയൊക്കെ വറ്റിപ്പോകും. ഇതിലോട്ട് നമുക്ക് 1 പീസ് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. ഇത് നല്ല റെഡ് കളറൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എഡിബിൾ ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ബീഫിൽ നമ്മൾ ഒഴിച്ച ഗ്രേവി എല്ലാം ബീഫിൽ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു ഫൈനൽ ടച്ച് കൊടുക്കാം. വേറൊന്നുമില്ല, മല്ലിയിലയാണ് ഒരു ഹാൻഡ്ഫുൾ മല്ലിയിലൂടെ ചേർക്കണം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് ചൂടോടുകൂടെ തന്നെ നമ്മുടെ ബീഫ് കൊണ്ടാട്ടം സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലൊരു കളറാട്ടോ, അതുപോലെ തന്നെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടാണ്. നമുക്ക് ഈ കാഷ്യൂനട്ട് കൊണ്ട് നമ്മുടെ ഈ ബീഫ് കൊണ്ടാട്ടം ഗാർണിഷ് ചെയ്യാം. ഇതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ മല്ലിയിൽ ചേർത്ത സമയത്ത് നമുക്ക് ഈ കാഷ്യൂനട്ട് ചേർക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഗീ റൈസിന്റെ കൂടെ, പത്തിരിയുടെ, പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.